വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയം. കെ.എൻ. ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത് നടപ്പിലാക്കണമെന്ന് ഇന്ധനവില ഉയരുമ്പോഴും സെസ് കുറയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുൻ ധനമന്ത്രി കൂടിയായ കെ.എൻ. ബാലഗോപാലാണ്. കഴിഞ്ഞ മാസം 15-ന് ശേഷം 4 തവണ പെട്രോൾ ഡീസൽ വില കൂടിയത് സമസ്ത മേഖലകളിലും വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും ഇന്ധന തീരുവ കുറയ്ക്കണമെന്നുമായിരുന്നു ആവശ്യം. സർ, ഞങ്ങള് 2018-ലും 22-ലും 2 ഘട്ടത്തിൽ എല്ലാ പ്രാവശ്യവും കുറച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ നിരന്തരമായ വർധന വന്നൊരു സാഹചര്യം വന്നില്ല. 2018-ൽ 1 രൂപ ലിറ്ററിന് വെച്ച് ഞങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു പെട്രോളിന്. അന്ന് 500-ലധികം കോടി രൂപയുടെ ഇളവാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് സർ. എന്നാൽ ഇന്ധനവില ഏറ്റവും കൂടിയ ഘട്ടത്തിൽ തീരുവ 2 രൂപ വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല, നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്ന് പറഞ്ഞത് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കാണ്. തന്നോട് മണ്ടത്തരം ചെയ്യാനാണോ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? സംസ്ഥാനത്തെ വിസ്മയിപ്പിക്കുന്ന ധവളപത്രം വരുമെന്നും എല്ലാ കാര്യത്തിലും കൃത്യമായ മറുപടി അതിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. കേന്ദ്രം വില കൂട്ടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുമേൽ കെട്ടിവെക്കാനായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ തയ്യാറാകണം. ധവളപത്രം വരുമ്പോൾ കാണാമെന്നും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്നും പിണറായി. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതല്ല മുഖ്യമന്ത്രിയായപ്പോൾ വി.ഡി. സതീശൻ ചെയ്യുന്നതെന്ന് ബാലഗോപാൽ വിമർശിച്ചു. ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് പറയരുത്, വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി.ഡി. സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനിടെ 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിന് ലഭിച്ചത് 34 വോട്ടുകളാണ്. BJP സ്പീക്കർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചപ്പോൾ CK ഹരീന്ദ്രൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവർ സഭയിലെത്തിയില്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.